വിലപ്പെട്ട ദാസി ഐവി ചെറിയ പുള്ളൊരു ഗാനം ആലപിക്കും. പാട്ടിനായി കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയായിരുന്നു. ആ പാട്ട് നമുക്ക് ശ്രമിക്കാം. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഞാനങ്ങെ സ്നേഹിക്കുന്നു എൻ ജീവനെക്കാളെന്നും. ഞാനങ്ങെ സ്നേഹിക്കുന്നു എൻ ജീവനെക്കാളെന്നും. ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥഹൃദയമോടെ. ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥഹൃദയമോടെ. എന്നെ സ്നേഹിക്കും സ്നേഹത്തിൻ്റെ ദൈവമേ. എന്നെ സ്നേഹിച്ച സ്നേഹത്തിനാഴമതിൻ. എന്നെ സ്നേഹിക്കും സ്നേഹത്തിൻ്റെ ദൈവമേ. എന്നെ സ്നേഹിച്ച സ്നേഹത്തിനാഴമതിൻ. വൻകൃപയെ ഓർത്തിടുമ്പോൾ എന്തുണ്ടു പകരം നൽകാൻ. വൻകൃപയെ ഓർത്തിടുമ്പോൾ എന്തുണ്ടു പകരം നൽകാൻ. രക്ഷയിൻ പാനപാത്രം ഉയർത്തും ഞാൻ നന്ദിയോടെ. രക്ഷയിൻ പാനപാത്രം ഉയർത്തും ഞാൻ നന്ദിയോടെ. പെറ്റ തള്ളയും സ്നേഹിത തള്ളിടിലും ജീവൻ നൽകി ഞാൻ സ്നേഹിച്ചോർ വെറുത്തിടിലും. പെറ്റ തള്ളയും സ്നേഹിത തള്ളിടിലും ജീവൻ നൽകി ഞാൻ സ്നേഹിച്ചോർ വെറുത്തിടിലും. നീ എന്റേതെന്നു ചൊല്ലി വിളിച്ചു എന്നോ മനപ്പേർ. നീ എന്റേതെന്നു ചൊല്ലി വിളിച്ചു എന്നോ മനപ്പേർ. വളർത്തിന്നോളമാക്കി തിരുനാമ മഹത്വത്തിനായി. വളർത്തിന്നോളമാക്കി തിരുനാമ മഹത്വത്തിനായി. ഞാനങ്ങെ സ്നേഹിക്കുന്നു എൻ ജീവനെക്കാളെന്നും. ഞാനങ്ങെ സ്നേഹിക്കുന്നു എൻ ജീവനെക്കാളെന്നും. ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥഹൃദയമോടെ. ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥഹൃദയമോടെ. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ആമേൻ. പ്രൈസ് ഗോഡ്.
താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാൻ കർത്താവിനുദാസി നല്ല സ്വരവും നല്ല ശബ്ദവും സ്വർഗത്തിലെ ദൈവം കൊടുത്തിരിക്കും. ദൈവത്തിനു വേണ്ടി പാടുവാനും പ്രവർത്തിപ്പാൻ ജ്വലിച്ച് പ്രകാശിക്കുവാൻ കുടുംബമായി കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളായി സഹോദരങ്ങളായി വീട്ടുകാർ കുടുംബക്കാരെല്ലാം കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദീർഘായുസ്സുകൊണ്ട് ദൈവം തൃപ്തിപ്പെടുത്തട്ടെ. ദൈവത്തിനും ദൈവസഭയ്ക്കും പ്രേയർ ലൈനും അനുഗ്രഹ വിഷയമാക്കി ദൈവം നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആ പാട്ടിന്റെ ഓരോ വരികളും ഒക്കെ അർത്ഥവത്തായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ പാട്ട് പാടിയപ്പോൾ കർത്താവ് പാട്ടിന്റെ സ്വരം കേട്ടു, മഹത്വം എടുത്തു. അനുഗ്രഹ സമൃദ്ധി ദൈവം നമ്മുടെ മേൽ പകർന്നു. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം ആത്മാർത്ഥതയോടെ, ഹൃദയം തുറന്ന് ഹൃദയ പരമാർത്ഥതയോടെ. ഹാലിൽ എങ്ങനെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിച്ച് ജീവൻ തന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ജീവനേക്കാൾ അധികമായി ദൈവത്തിന് ഹല്ലേലൂയ കൊടുക്കേണ്ട മഹത്വവും ബഹുമാനവും സ്തുതിയും സ്തോത്രവും. ഹല്ലേലൂയ. ആ പാട്ടിന്റെ ഓരോ വരികളും ഹല്ലേലൂയ വളരെ അർത്ഥവത്തായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു. പിന്നെയും അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ ആലപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. സ്തോത്രം. കുടുംബാനം ദിവനെ ശുശ്രൂഷിപ്പാൻ പോകുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസിനെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അന്ത്യകാല സംഭവങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട സത്യങ്ങൾ തിരുവചനത്തിൽ ഹല്ലേലൂയ മഹാദൈവം അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ വചനത്തിന്റെ പൊരുൾ തിരിച്ച് ശരിക്കും മനസ്സിലാകത്തക്ക നിലയിൽ ദൈവഭക്തൻ ഹല്ലേലൂയ വചന ശുശ്രൂഷ നടത്തുന്നതല്ലോ. രാത്രിക്കാൽ ഓർമ്മശക്തി, അഭിഷേകം, ഹല്ലേലൂയ ജ്ഞാനം, ജ്ഞാനാത്മാവ്, ദിവ്യാത്മാവ് എല്ലാം പകർന്ന് തേജസ്സിന്റെ ശുശ്രൂഷ ഈ രാത്രികാലം വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സഹായിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദവൃത്തി ആത്മാവിന് ചുരുക്കമായി പ്രാർത്ഥിക്കാൻ. ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ ചുരുക്കം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. ഈ രാത്രി സമയത്തിനായിട്ട് കർത്താവെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. അങ്ങനെ കൊണ്ട് വാദപ്പെടുത്തി കടന്നു വരുവാൻ കർത്താവെ മക്കളാണ് ഞങ്ങൾക്ക് ഈ പ്രേരണ കർത്താവെ സഹോദരങ്ങൾ ഒന്നിച്ച് കർത്താവെ കൃപ ചെയ്തവരായിട്ട് സ്തോത്രം ചെയ്ത് രാത്രി കാലത്ത് അടിയങ്ങൾ അനുഗ്രഹിക്കുമാറാണമേ. കർത്താവെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി കാലം ലീഡിയും ദേവദാസനെയും കർത്താവെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ലീഡ് ചെയ്യാൻ കർത്താവ് കൃപ കൊടുത്തനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി അനുഗ്രഹിക്കുന്ന ദേവദാസെയും കുഞ്ഞുങ്ങളെയും കർത്താവ് കൊച്ചുകുഞ്ഞിനെല്ലാം അനുഗ്രഹിച്ച് കർത്താവ് ബലപ്പെടുത്തി പറയണമേ എന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെയും മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശരീരമായി ആത്മീയമായി മാനസികമായി കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിക്കാട്ട് കർത്താവ്. എല്ലാ പ്രയാസങ്ങളും വിട്ടുവെച്ചായിട്ട് കർത്താവ് അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കൊക്കെ മറുപടി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവ് വിജയുടെ ശരീരത്തിന് ബലം കൊടുത്ത് കർത്താവ് പൂർണ്ണ സൗഖ്യം വിടുതലേശന്റെ നാമത്തെ കൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവിടെ അയച്ചിരിക്കാൻ സ്തോത്രപ്പ. ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന കർത്താവ് കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന അങ്ങയുടെ കേൾക്കുമാറാണ് സ്വർഗ്ഗപിതാവേ. കർത്താവിന്റെ ദാസൻ ദിവനെ ശുശ്രൂഷിക്കുമ്പോൾ ഭയഭക്തിയോടും ഹൃദയത്തോടും വചനത്തെങ്കിൽ വിറയ്ക്കുന്നവരായി യഹോവേ അരുളി ചെയ്യണമേ. അടിയൻ കേൾക്കുന്ന പ്രാർത്ഥന നമുക്കായിരിക്കാം. ശുശ്രൂഷയിൽ അനുഭവിക്കേണ്ട സകല വാക്തത്വ അനുഗ്രഹങ്ങളും ഈ രാത്രിയിലായാലും നമുക്ക് അനുഭവിപ്പാൻ ഇടയായി തീരട്ടെ. ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ എല്ലാ മക്കളുടെ മേലും പകർന്നുകൊണ്ടിരിക്കുകയാവുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഭജന ശുശ്രൂഷയ്ക്കായി കർത്താവിന് വിലപ്പെട്ട ദാസൻ ഡോക്ടർ ജോൺ വർഗീസിനെ ഒക്കലോമ സീറ്റിൽ നിന്നും പ്രേരണയിലേക്ക് ആദരവോടും സ്നേഹത്തോടും കൂടെ ക്ഷണിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. താങ്ക് യു പാസ്റ്റർ. ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. എന്ന് സന്ധ്യയെങ്കിൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഇത്രത്തോളം കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. തുടർമാനമായുള്ള വചന പഠനത്തിലും കർത്താവിന്റെ അനുഗ്രഹം ചൊരിയപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. യുഗാന്ത്യ സംഭവങ്ങളെ പറ്റിയുള്ള സംഗതികളാണ് ഈ ദിവസങ്ങളിൽ, ഈ മാസങ്ങളിൽ, ഏതാണ്ട് കുറെ മാസങ്ങളായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് മറ്റ് ചില കാര്യങ്ങൾ കൂടെ ഇന്ന് സന്ധ്യയെങ്കിലും ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചില വേദഭാഗങ്ങൾ വായിച്ച് സഹായിക്കണം. യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളും
33 അധ്യായത്തിന്റെ 2, 3, 10, 17 വേദഭാഗങ്ങളും വായിച്ച് സഹായിക്കണം. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച വചനം: അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന്, വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. 33 അധ്യായത്തിന്റെ 2, 3, 10, 17 വാക്യങ്ങൾ. 2, 3, 10, 15. ആമേൻ. ഹല്ലേലൂയ. 2, യഹോവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. രാവിലെ തോറും നീ അവർക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയുമായിരിക്കണമേ. 3, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഉയർത്തും, ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കും. 17, നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും, വിശാലമായൊരു ദേശം കാണും. നമുക്ക് പ്രാർത്ഥിക്കാൻ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുവചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്ന അവിടുത്തെ മക്കൾ കർത്താവിനാൽ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് അവിടുത്തെ അനുഗ്രഹങ്ങൾ അവിടുത്തെ മക്കളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും പ്രത്യേക ഭാരവുമായി ആവശ്യവുമായി ആരെങ്കിലും ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവെ, അവരുടെ അവസ്ഥകൾ അറിഞ്ഞ് സഹായിക്കെ വിടുതലും സൗഖ്യവും അനുഗ്രഹവും സമൃദ്ധിയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷയ്ക്കെതിരായുള്ള ദുഷ്ടശക്തികളെ ഭത്സിക്കുകയും പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് തിരുമഹത്വം വെളിപ്പെടുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് തരുന്നു, യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യിശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളാണ് താക്കോൽ വാക്യമായി വായിച്ച് ഇന്ന് സന്ധ്യയെങ്കിലെ വചന ശുശ്രൂഷയ്ക്കായി നാം മുമ്പോട്ട് ഇറങ്ങിയത്. അതിനുള്ള റെഫറൻസുകളാണ് പിന്നീട് വായിച്ചത്. മറ്റ് പല വേദഭാഗങ്ങളുമുണ്ട്. അവയൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കും വിധം മുമ്പോട്ട് പോകുന്നതായ സന്ദർഭത്തിൽ ഉരുവിടുന്നതായിരിക്കും. ഇവിടെ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് 2 ഒഴുക്കുകൾ എന്ന ഒരു ടൈറ്റിലാണ് ഈ യുഗാന്ത്യ സംഭവത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അത് നമ്മുടെ ആത്മീക ജീവിതത്തിനും നമ്മുടെ ഭൗമിക ജീവിതത്തിനും വിശേഷാൽ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് ഈ ഭൂമിയിൽ വാഴുമ്പോൾ സംഭവിക്കുവാനുള്ളതായ പ്രവചന നിവൃത്തിയോടുള്ള ബന്ധത്തിലും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് 2 ഒഴുക്കുകൾ ടു ഫ്ലോ എന്ന് ഞാൻ പറയുവാൻ തക്കവണ്ണം കാരണമായത് എന്ന് 2-ാം അധ്യായത്തിൻ്റെതായിട്ട് അതിന്റെ 2-ാം വാക്യം ഞാൻ ഇവിടെ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കുമീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. ഒരൊഴുക്കാണ് ഇവിടെ നാം വായിച്ചത്. ഇങ്ങനെ സകല ജാതികളും യെരുശലേമിലേക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒഴുകി ചെല്ലുന്ന കാര്യത്തെ പറ്റിയാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. ഇന്നത്തെ നാം ചിന്തകൾ നോക്കുകയാണ് എങ്കിൽ, ഇന്നത്തെ ചുറ്റുപാട് നോക്കുകയാണ് എങ്കിൽ,
സകല ജാതികളും ഇസ്രയേലിന് എതിരായി വട്ടം കൂടുന്നതായ സംഗതികളാണ് കാണുന്നത്. വളരെ ചുരുക്കം പേർ മാത്രമേ ഇസ്രയേലിനെ അനുകൂലമായിട്ടുള്ളൂ. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരും പൊതുവെ ദൈവവചനത്തിലെ മർമ്മങ്ങൾ പ്രവചനങ്ങൾ അറിയാവുന്നത് കൊണ്ട് അവർ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ, മറ്റ് മതങ്ങളെ, ഇവയൊക്കെയും ഇസ്രയേലിനെതിരായി നിൽക്കുകയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകുകയും, ഹല്ലേലൂയ സ്തോത്രം, ജാതികൾ ഇസ്രയേലിന്റെ അടുക്കലേക്ക് രക്ഷയ്ക്കായി, സന്തോഷത്തിനായി, കൂട്ടിനായി ഒഴുകി ചെല്ലുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. അത് നാം മുൻപിൽ കണ്ടുകൊണ്ട് ആ ദിവസത്തിനായി നാം ഉന്നം വെച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. തിരുവചനം പഠിക്കുന്നതായ സന്ദർഭത്തിൽ ജാതികൾ യെരുശലേമിലേക്ക് ഒഴുകി വരുന്നതിനു മുമ്പ് പല സംഗതികൾ നടക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായിട്ട്, ഇനിയും ജാതികളുടേതായിട്ടുള്ള ഇപ്പോഴത്തെ ഹമാസ് ടെററിസ്റ്റിൻ്റെതായിട്ടുള്ളതായ 1200 യഹൂദന്മാരെ കൊല്ലുകയും 200 പേരെ പരമാൾക്കാരെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോവുകയും ഇപ്പോൾ ഹമാസിനെ ശിഥിലീകരിക്കുവാൻ തക്കവണ്ണം ഇസ്രയേൽ ചെയ്യുന്നതായ കാര്യങ്ങളുമൊക്കെ നാം കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം നോക്കുകയാകുന്നുവെങ്കിൽ നൂറ്റാണ്ടുകളായി യഹൂദന്മാർ എവിടെയെല്ലാം താമസിച്ചുവോ, എവിടെയെല്ലാം ചിതറി പാർത്തുവോ, അവിടെയെല്ലാം അവരെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ജാതികൾ ശ്രമിക്കുന്നതാണ്. ഈവൻ നാമധേയ ക്രിസ്ത്യാനികൾ പോലും ശ്രമിക്കുന്നതാണ്. യൂറോപ്പിലൊക്കെയും നമുക്ക് ഇതുവരെയും കാണുവാൻ കഴിഞ്ഞത്. ഇനിയും അതിന്റെ പൂർത്തീകരണം എന്ന വണ്ണം ഹല്ലേലൂയ യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങളിൽ നാം കാണുന്നത് പോലെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, അനേക ജാതികൾ റഷ്യയുടെ അധീനതയിൽ എണ്ണിക്കൂടാതെ വണ്ണം വലിയ ഒരു സമൂഹം യെരുശലേമിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഒഴുകി വരും. ആ വലിയ ഒഴുക്ക് കണ്ടുകൊണ്ട് സകല ലോകവും ഇന്ന് യെരുശലേമിനെ സഹായിക്കുന്നവർ പോലും ഭയപ്പെട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥമായി നാം യെഹെസ്കേൽ 38-39 വായിക്കുമ്പോൾ മനസ്സിലാക്കണം. ഇന്ന് കാണുന്നതായ പ്രിറ്റി മച്ച് 1-2 അറബ് രാജ്യങ്ങൾ ചിലപ്പോൾ മാറി നിന്നേക്കും. അല്ലാതെയുള്ളതായ സകല അറബ് ശക്തികളും റഷ്യയുടെ അധീനതയിൽ ഇസ്രയേലിനെതിരായി ലക്ഷോപലക്ഷം ആൾക്കാരാണ് പലസ്തീൻ നാടിനെ ചുറ്റി വിഴുങ്ങിക്കളയുവാൻ വരുവാൻ പോകുന്നത്. ആ വലിയ ദുരന്തമാണ് ഇനിയും നാം കാണുവാനായിട്ട് ഉള്ളത്. അതിൻ്റെയൊക്കെ നാന്ദിയായിട്ടുള്ളതായ സ്റ്റെപ്പുകളാണ് ഇപ്പോൾ യുക്രൈനിൽ നടക്കുന്നതും ഇസ്രയേലിൽ നടക്കുന്നതും. ഒരു വലിയ പടയ്ക്കു വേണ്ടി റഷ്യയും അറബ് രാജ്യങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് ഈ കാലങ്ങളിൽ നടക്കുന്നതായ യുദ്ധങ്ങളെ നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ദൈവവചനം യഥാർത്ഥമായി അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഈ സംഭവങ്ങളൊക്കെയും നടക്കുമ്പോൾ നമ്മുടെ കർത്താവ് വാനമേഘത്തിൽ തിരുസഭയെ ചേർക്കുവാൻ വരാറായി എന്നുള്ള ബോധം ഉണ്ടാകുകയും പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ കൺകളിലേക്ക് നോക്കി ഒരുങ്ങിയിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് ഇസ്രയേൽ മക്കൾ അവരുടെ മുഴുശക്തിയോടുകൂടി ഹമാസിനെതിരായി പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവരെ പെട്ടിമച്ച് ജയിക്കുന്നുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ
ഇനി വരുവാനുള്ളതായ യുദ്ധത്തിൽ അവർക്ക് ഒരിക്കലും നേരെ നിൽക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ്. യെരുശലേം മുഴുവനും, യെരുശലേമല്ല പലസ്തീൻ നാട് മുഴുവനും, മിഡിൽ ഈസ്റ്റ് മുഴുവനും ഇന്ന് കാണുന്നതായ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എയർഫോഴ്സിന്റെ ശക്തികൾ കൊണ്ട് ആകാശം മൂടപ്പെടും. മധ്യധരണി ആഴിക്കടല്, അതുപോലെ തന്നെ ബ്ലാക്ക് സീ, മറ്റേ ചുറ്റുപാടുമുള്ളതായ എല്ലാ നേവി ഇടപെടേണ്ടതായ കാര്യങ്ങളിലൊക്കെ യുദ്ധ കപ്പലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കും. യെരുശലേമിലും പലസ്തീൻ നാടും നിറച്ച് സ്ഥലം ഒരു കാല് കുത്തുവാൻ കഴിയാതെ വണ്ണം ആർമിയെ കൊണ്ട് നിറഞ്ഞിരിക്കും. അങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മുഴു ശക്തിയോടുകൂടെ വരികയാണ്. ആ സന്ദർഭത്തിൽ ഇസ്രയേലിനെ ഇവരെ കണ്ടുകൊണ്ട് ഭയപ്പെട്ട് ദൈവസന്നിധിയിൽ കരയുവാനല്ലാതെ ഇവർക്കെതിരെ നിൽക്കുവാൻ കെപ്പുണ്ടായിരിക്കുകയില്ല. ഇന്ന് അവരുടെ കെപ്പൊക്കെ കുറെയൊക്കെ കാണുമെങ്കിൽ തന്നെയും ഈ രാജ്യങ്ങൾ, ജാതികളെല്ലാം കൂടെ ഒന്നിച്ചു വരുമ്പോൾ അവരാകപ്പാടെ തകർന്നു വിഴുങ്ങിപ്പോയി എന്ന് ചിന്തിക്കുന്നതായ സന്ദർഭത്തിൽ അബ്രഹാമിനെ ഏകനായി വിളിച്ചവനായ കർത്താവ് അവർക്ക് വേണ്ടി ഇറങ്ങി വരും. യുദ്ധത്തെ പറ്റി വളരെ വ്യക്തമായി ദൈവവചനത്തിൽ നമുക്ക് യെഹെസ്കേൽ പ്രവചനത്തിൽ കാണുന്നത് മാനുഷിക കൈകൊണ്ടുള്ള ഒരു യുദ്ധമല്ല, മാനുഷിക ശക്തി, ഉരുക്ക് ശക്തികൾ കൊണ്ട് ഇസ്രയേലിനെ തകർത്ത് ഇസ്രയേൽ എന്ന പടം ഭൂപ്രദേശത്ത് നിന്ന് മാറ്റുവാൻ ഒരുങ്ങി വരുമ്പോൾ ദൈവം എഴുതി വെച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ ശത്രുവിനെ ദൈവം എങ്ങനെയാണ് നശിപ്പിക്കുന്നത് എന്ന്. കൃത്യമായും വ്യക്തമായും എങ്ങനെ എഴുതിയിരിക്കുന്നുവോ അതുപോലെയാണ് സംഭവിക്കുവാൻ പോകുന്നത്. അവിടെ ഇസ്രയേലിനൊരു തോൽവി ഉണ്ടാകയില്ല. ഇസ്രയേൽ യുദ്ധം ചെയ്യുകയില്ല. യഹോശഫാത്ത് യുദ്ധം ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ, ദൈവം നശിപ്പിച്ചതുപോലെ യോനാഥാനും ആയുധവാഹനും കൂടെ ഫെലിസ്ത്യരുടെ അടുക്കലേക്ക് അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയപ്പോൾ വലിയ ഭൂമി കുലുക്കം ഉണ്ടാക്കി 2 പേരെ കൊണ്ട് ഫെലിസ്ത്യരെ മുഴുവനും നശിപ്പിച്ചതുപോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. യെഹെസ്കേൽ 38:39 എഴുതിയിരിക്കുന്നത് ദൈവം വലിയ കൽമഴ അയക്കുമെന്നാണ്. 1 താലന്ത് വലിപ്പമുള്ള കല്ല്, 1 താലന്ത് എന്ന് പറയുമ്പോൾ ആവറേജ് 100 പൗണ്ടാണ്, 85 to 120 പൗണ്ട്സ്. താലന്ത് അക്കാലത്തെ ഏറ്റവും വലിയ മണിയാണ്. അന്ന് കറൻസി കടലാസുകളിലല്ല, ഇങ്ങനെ തൂക്കി കൊടുക്കുന്നതാണ്. ഓരോ രാജ്യത്തിൻ്റെതായിട്ടുള്ളതായ കപ്പാസിറ്റി അനുസരിച്ച് അവരുടെ താലന്തുകൾ കൂടിയും കുറഞ്ഞും ഇരിക്കും. ഏറ്റവും കുറഞ്ഞത് 85 പൗണ്ട്, ഏറ്റവും കൂടിയത് 125 പൗണ്ടാണ്. അപ്പോൾ ഒരു ആവറേജ് 100 പൗണ്ട് വലിപ്പമുള്ളതായ വെയിറ്റ് ഉള്ളതായ വലിയ കല്ലുകളാണ് ശക്തിയോടുകൂടെ ഇവന്റെയൊക്കെ വിമാനത്തിലേക്ക് വന്നു വരുവാനായിട്ട് പോകുന്നത്. അതിനോടുകൂടെ സ്വർഗത്തിലെ ദൈവം ആകാശത്തിൽ നിന്ന് തീ ഇറക്കും. ഇടിയും മിന്നലും കൂടെ മെഗാ വാട്ട്സ് ശക്തിയുള്ള മിന്നലുകളെ ഇങ്ങോട്ട് അയക്കുമ്പോഴത്തേക്ക് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം തകർന്നു പോകും. ഇവർക്ക് അന്യോന്യം സംസാരിക്കുവാൻ കഴിയാതെ വണ്ണം ഇവരുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം തകർന്നു പോകും. ദൈവം വലിയ തീ അയച്ച് ഇവരുടെ ആകാശ ശക്തികളെ നശിപ്പിക്കും. യെഹെസ്കേൽ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് ചുറ്റുപാടും ദൈവം വലിയ ഭൂമി കുലുക്കമുണ്ടാകും. ലക്ഷോപലക്ഷം പടയാളികൾ ഇസ്രയേലിനെ വിഴുങ്ങുവാൻ വരുന്നവരെ യഹോവയായ ദൈവം ഭൂമി കുലുക്കി കോരഹിനെയും കുടുംബത്തെയും ഭൂമി വായ് വിളർന്ന് വിഴുങ്ങിയതുപോലെ
ഇവരെ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് സക്ക് ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ കടലിൽ വലിയ കപ്പൽ പടയുമായി നിൽക്കുന്നവരുടെ മേൽ ഞാൻ കടലിനെയും കരയെയും ഇളക്കുമെന്നാണ്. കടലിനെ ഇളക്കുന്നതിനാണ് സുനാമി എന്ന് പറയുന്നത്. വലിയ സുനാമി ഇങ്ങോട്ട് അയച്ച് കടലിനെ വിഭാഗിച്ച് ഇവരുടെ കപ്പലുകളെല്ലാം തകർത്ത് സക്ക് ചെയ്തു കളയും. ഇങ്ങനെ ഇസ്രയേലിനെതിരായി കടന്നു വരുന്ന ശക്തിയെ യഹോവയായ ദൈവം അവിടുത്തെ കരബലം കൊണ്ട് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ ഹല്ലേലൂയ തകർത്തു കളയും. ഇങ്ങനെ ഇസ്രയേലിന് ഒരു വലിയ രക്ഷയുണ്ടാകും. ഇതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനിയും അതിനുശേഷമാണ് എതിർ ക്രിസ്തു വെളിപ്പെടുന്നത് എന്ന് തിരുവചനം പ്രവചനം വ്യക്തമായി പഠിക്കുന്ന വ്യക്തികൾക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ആ എതിർ ക്രിസ്തുവുമായിട്ടായിരിക്കും ഇസ്രയേൽ മക്കൾ ബന്ധം കൂടുന്നത്. അത് വലിയ ശാപമായി വലിയ പാപമായി അവർക്ക് തീരുകയും കർത്താവിന്റെ നാമത്തിൽ യേശു മശിഹയെ ഉപേക്ഷിച്ച് ക്രൂശിക്കുകയും പകരം സ്വന്തം നാമത്തിൽ വന്ന എതിർ ക്രിസ്തുവിനോട് നിയമം ചെയ്ത് അവരുമായി ട്രീറ്റി ഉണ്ടാക്കുന്നതായ ഇസ്രയേൽ മക്കള് ദൈവം ന്യായവിധിയിലേക്ക് അയക്കുകയും ചെയ്യും. അവർക്ക് ഇസ്രയേൽ മക്കളുടെ വലിയ പാപങ്ങളിൽ ഒന്നാണ് യേശുവിനെ ക്രൂശിച്ചു. അതുപോലെ തന്നെ ഇനിയും സംഭവിക്കുവാൻ പോകുന്നത് സ്വന്തം കണ്ണാലെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇനി അവർ കാണുവാൻ പോകുകയാണ്. ആകാശം കീറി ദൈവം അവരെ രക്ഷിച്ചതിന് ശേഷം ദൈവത്തിന്റെ വലിയ അത്ഭുതം കണ്ടതിന് ശേഷം എന്തുകൊണ്ടാണ് അവർ ലോകശക്തിയിൽ ആശ്രയിച്ച് എതിർ ക്രിസ്തുവുമായി ബന്ധം കൂടുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും നാം ഇസ്രയേലിനെ കുറ്റം വിധിക്കുമെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരല്ലേ? എത്രയോ എത്രയോ തവണയാണ് കർത്താവ് നമ്മുടെ ജീവനെ രക്ഷിച്ചത്. ആപത്തുകളിൽ നിന്ന് അപകടത്തിൽ നിന്ന് കർത്താവ് നമ്മളെ അത്ഭുതകരമായി വിടുവിച്ചിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളിൽ കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ രക്ഷകനായി കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടില്ലേ? നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ അത്ഭുതമേറിയ കാര്യം നാം കണ്ടിട്ടില്ലേ? എങ്കിൽ തന്നെയും പിന്നീടും നാം ലോകശക്തികളിൽ ആശ്രയിക്കുകയാണ്. ഇന്നത്തെ സഭകളുടെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് അവർ ലോകശക്തികളിൽ ആശ്രയിച്ച് കർത്താവിന്റെ വേല ചെയ്യാമെന്നുള്ളതാണ്. നടക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഇന്നത്തെ തലക്കെട്ട് ഞാൻ അങ്ങോട്ട് വിവരിച്ച് താമസം വിനാ വിവരിക്കുന്നതായ സന്ദർഭത്തിൽ അങ്ങനെ ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്ന് വിവരിക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞതിന് ശേഷം എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് മഹാ കഷ്ടത്തിൽ കൂടെ നാം വായിച്ചതായ 33 അധ്യായം ഇശയ്യാ പ്രവചനം 33 അധ്യായത്തിലേക്ക് കടന്നു വരുന്നതായ സന്ദർഭത്തിൽ അവിടെ നമുക്ക് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തെ പറ്റിയും ഒക്കെയും കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഞാൻ ചില വേദഭാഗങ്ങൾ നാം വായിക്കട്ടെ. 33:2-3 അനേക വാക്യങ്ങളാണ് എതിർ ക്രിസ്തുവിന്റെ ദുർഭരണത്തെ പറ്റി തിരുവചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമയലാഭത്തിന് വേണ്ടി 1-2 വാക്യങ്ങൾ മാത്രം വായിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. യഹോവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ 33 ഇശയ്യാവിന്റെ 33 ഹല്ലേലൂയ, സ്തോത്രം. 2-3 വാക്യങ്ങൾ. ഹല്ലേലൂയ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു, രാവിലെ തോറും നീ ഞങ്ങൾക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയുമായിരിക്കണമേ. എതിർ ക്രിസ്തുവിന്റെ കാലത്ത് അവൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. കോലാഹലം ഹേതുവായി വത്സങ്ങൾ ഓടിപ്പോയി, നീ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോയി. സങ്കീർത്തനം 44 എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് അവൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 44:23 തോന്നുന്നു. കർത്താവേ എഴുന്നേൽക്കണമേ,
ഞങ്ങളെ രക്ഷിക്കണമേ, നീ ഉറങ്ങുന്നതെന്ത് എന്നൊക്കെയും പ്രാർത്ഥിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവം എപ്പോഴെങ്കിലും എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവർ അത്ഭുതമേറിയ കരം കാണുന്നത് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെയും നാം വീണ്ടും വായിച്ചുവല്ലോ. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. 33:10 ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, അഥവാ യേശുക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാനത്തിൽ ഹല്ലേലൂയ ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഉയർത്തും, ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ ദൈവം ഒന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ ഒരു പാളയത്തിൽ നിന്നും മറ്റൊരു പാളയത്തിലേക്ക് പോകുമ്പോൾ 68-ാം സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ നമുക്കറിയാവുന്ന സങ്കീർത്തനമാണ്. 68-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവമേ എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ ഉരുകി മാറുന്നു. യേശുക്രിസ്തുവിന്റെ കാലത്തെ അവർ പ്രാർത്ഥിക്കുന്നു. നിരവധി വാക്യങ്ങളാണ് ദൈവം എഴുന്നേൽക്കണമേ എഴുന്നേൽക്കണമേ എന്ന് 76-ാം സങ്കീർത്തനത്തില് ഹല്ലേലൂയ സ്തോത്രം, 12-ാം സങ്കീർത്തനത്തില് ഒക്കെയും 17-ാം സങ്കീർത്തനത്തില് ഒക്കെയും ഇസ്രായേൽ മക്കൾ ദൈവമേ എഴുന്നേൽക്കണമേ എഴുന്നേൽക്കണമേ. ദൈവം എഴുന്നേറ്റാൽ എന്താണ്? ഹല്ലേലൂയ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. സ്തെഫാനോസ് ഉയരത്തിലേക്ക് നോക്കി കരഞ്ഞതായ സന്ദർഭത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നതും അവന് വേണ്ടി യേശു മശിഹ എഴുന്നേറ്റ് നിൽക്കുന്നതുമാണ് കാണുന്നത്. എന്ത് സംഭവിച്ചു? ദൈവത്തിന് സ്തോത്രം. സ്തെഫാനോസ് മരിച്ചു പോയെങ്കിൽ തന്നെയും സ്തെഫാനോസിനെ കൊല്ലുവാൻ തക്കവണ്ണം കൂട്ടുനിന്ന ശൗലിനെ ഒരു പൗലോസായി മാറ്റപ്പെട്ടു. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. പൗലോസ് ജാതികളെ, അനേക ആയിരം ജാതികളെ, രാജ്യങ്ങള് കർത്താവിലേക്ക് കൊണ്ടുവന്നു. ഗ്രീസ്, ഹല്ലേലൂയ മാസിഡോണിയ, അഖായ, ഈ പ്രദേശങ്ങളിലെ ഗ്രീസിന്റെ 2 ഭാഗങ്ങൾ, നോർത്ത് സൗത്ത് ഭാഗങ്ങൾ എല്ലാം തന്നെ ക്രിസ്ത്യാനികളായി തീർന്നു. റോമെ, ഹല്ലേലൂയ സ്പെയിന്, ഹല്ലേലൂയ ഏഷ്യ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം എഴുന്നേൽക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പരസഹായത്തെക്കാൾ കൂടുതലായി നാം അന്യോന്യം സ്നേഹിക്കുകയും സഹായം ചെയ്യുന്നവരുമായിരിക്കണം. എന്നാൽ ഹല്ലേലൂയ ജഡ സഹായത്തെക്കാൾ ഉപരിയായി ദൈവം എഴുന്നേറ്റൊരു ശക്തി വെളിപ്പെടുവാൻ തക്കവണ്ണം നാം പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ തലമുറയ്ക്ക് വേണ്ടി എഴുന്നേൽക്കണമേ, എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമേ, എന്റെ സൗഖ്യത്തിനു വേണ്ടി എഴുന്നേൽക്കണമേ. നീ രോഗിയായിരിക്കുന്നുവോ? ഇന്ന് സന്ധ്യയെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ ഹല്ലേലൂയ തീങ്കൽ മെഴുകുരുകുന്നത് പോലെ നിന്റെ രോഗക്കെട്ടുകൾ ഉരുകി മാറും, നിന്റെ ശാപങ്ങൾ ഉരുകി മാറും. ഹല്ലേലൂയ നിനക്ക് വലിയ വിടുതലുണ്ടാകും. ദൈവമേ എഴുന്നേൽക്കണമേ എന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന കർത്താവ് ഹല്ലേലൂയ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുകയും നമുക്കെതിരായി നിൽക്കുന്ന ദുഷ്ടന്റെ ആയുധങ്ങൾ ഹല്ലേലൂയ തകർന്നു പോകുകയും കർത്താവിന്റെ നാമത്തിൽ വിടുതൽ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്യും. നിരവധി വാക്യങ്ങൾ എനിക്ക് വായിക്കുവാനായിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഞാൻ അതിൽ നിന്നും ഓടി ഹല്ലേലൂയ നാം വായിച്ച വേദഭാഗത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ 2 ഒഴുക്കുകളെ പറ്റിയാണല്ലോ ഞാൻ പറഞ്ഞത്. അതെ, ഹല്ലേലൂയ ജാതികൾ ഇനിയും ഇസ്രായേലിനെ നശിപ്പിക്കാൻ തക്കവണ്ണം ഒഴുകി വരും. അവരുടെ നാശം നാം ചിന്തിച്ചു. യേശുക്രിസ്തുവിന്റെ ഭരണകാലത്ത് വീണ്ടും വരും. അവരെയും കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം അവിടുത്തെ ഹല്ലേലൂയ പ്രഭയോടുകൂടെ വന്ന് അവിടുത്തെ വായിലെ ഇരുവായ്ത്തലയുള്ള വചനം എന്ന വാളിനാൽ സാത്താനെ തകർക്കും. ഇസ്രായേലിന് വലിയ രക്ഷ നൽകും. ഇനിയും ഇപ്പോഴുള്ള ടെമ്പററി യുദ്ധങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ ഇനിയും വരുവാൻ പോകുന്ന വലിയ യുദ്ധങ്ങളിലൊക്കെയും മനുഷ്യശക്തിയല്ല ഇസ്രായേലിനെ രക്ഷിക്കുന്നത്, ദൈവം തന്നെയാണ്.
ദൈവത്തിന്റെ വലിയ രക്ഷ ഹല്ലേലൂയ അവർ കണ്ണാലേ കാണും. ദൈവത്തിന് സ്തോത്രം. ഇനിയും നാം വായിച്ചതായ വേദഭാഗത്തേക്ക് ഞാൻ കടന്നു വന്ന് ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ചിട്ട് ഞാൻ ഇന്ന് സന്ധ്യയെങ്കിലെ വചന ശുശ്രൂഷയിൽ നിന്നും വിരമിക്കുവാൻ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സകല ജാതികളും ചിലര് ചെല്ലുന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ വായിച്ചു നോക്കണം. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. ഇന്ന് നശിപ്പിക്കാനാണ് ഒഴുകിച്ചെല്ലുന്നതെങ്കിൽ ദൈവവചനം ഒരിടത്തൊന്നും അല്ല പറയുന്നത്. സെക്രിയ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 22, 23 വാക്യങ്ങളിൽ ജാതികൾ ഹല്ലേലൂയ യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ച് നിന്നോടുകൂടെ ദൈവമുണ്ട് എന്നറിയുന്നു, നിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ വരികയാണ്. ജീവനുള്ള ദൈവത്തെ മാത്രം ഇന്ന് കാണുന്ന അന്യായ ആരാധനകളെല്ലാം മാറി സർവ മതങ്ങളും മാറ്റപ്പെട്ട് 33-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവചനം 33-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം വായിച്ചുവല്ലോ. ദൈവത്തിന് സ്തോത്രം. നീ രാജാവിന്റെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ 17-ാം വാക്യത്തിൽ നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോട് ദർശിക്കും. രാജാതിരാജാവായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ഈ ഭൂമിയിൽ യെരൂശലേമിൽ അടക്കി വാഴുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ സ്തോത്രം രാജാതിരാജാവിന്റെ തിരുമുഖം കാണുന്നതായ ആൾക്കാരെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അന്ന് ലോകത്തിൽ വേറൊരു മതമുണ്ടായിരിക്കുകയില്ല, അന്ന് വിഗ്രഹ സേവ ഉണ്ടായിരിക്കുകയില്ല. വലിയ ശുദ്ധീകരണം ഹല്ലേലൂയ ദൈവം നടത്തി. ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ 1000 ആണ്ട് വാഴുന്ന സന്ദർഭത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉണ്ടാകുന്നതായ സന്ദർഭത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചയിലും അതിന്റെ മുമ്പത്തെ ആഴ്ചയിലും സഹസ്രാബ്ദി ആലയത്തെ പറ്റിയും ആലയത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജല നദിയെ പറ്റിയും നാം ചിന്തിച്ചുവല്ലോ. ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ പണിയുന്ന ആലയത്തിൽ നിന്നും ഒഴുകി വരുന്ന ജീവജലം, അതാണ് 2 ഒഴുക്കുകളിൽ ഒരൊഴുക്ക്. ഹല്ലേലൂയ ആലയത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു രാജാവിനെ കാണുന്നു. ഹല്ലേലൂയ ആലയത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന് നിദാനമായി ജീവജല നദി ഒഴുകുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒഴുകി മരുഭൂമിയെല്ലാം ഹല്ലേലൂയ സ്തോത്രം ഉദ്യാനമായി മാറ്റപ്പെടുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഹല്ലേലൂയ സ്തോത്രം ജാതികൾ ഇത് കണ്ടുകൊണ്ടാണ്, ജീവനുള്ള ദൈവത്തെ കണ്ടുകൊണ്ടാണ് ആലയത്തിലേക്ക് വരുന്നത്. രാജാവിന്റെ മുഖശോഭ കാണുവാൻ, കർത്താവിന്റെ മുഖശോഭ കാണുവാൻ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യം യെരൂശലേമിൽ വന്നപ്പോൾ ചില ജാതികളല്ല വരുന്നത്, സകല ജാതികളും കർത്താവിനെ കാണേണ്ടതിന് വേണ്ടി വരും. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെക്കാതെ ഒരു വേദവാക്യം ഞാൻ ഇവിടെ 33-ാം അധ്യായത്തിന്റെ വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം 11-ാം വാക്യം. നിങ്ങൾ വൈക്കോലിനെ ഗർഭം ധരിച്ച് താളടിയെ പ്രസവിക്കും, നിങ്ങൾ ശ്വാസം തീയായി നിങ്ങളെ ദഹിപ്പിച്ച് കളയും. വാസ്തവത്തിൽ സംഭവിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. വൈക്കോലിനെ ഗർഭം ധരിച്ച് താളടിയെ പ്രസവിക്കുന്ന ഒരു കാലമാണ്. പേരിനു വേണ്ടി, ഫെയിമിനു വേണ്ടി, ഹല്ലേലൂയ 4 പേര് അറിയേണ്ടതിനു വേണ്ടി ഉള്ളതായ പ്രവർത്തനങ്ങളാണ് ഇന്ന് ക്രിസ്തീയ സഭകളിൽ കാണുന്നത്. 1000 പേര് കണ്ടു, 2000 പേര് കണ്ടു, 3000 പേര് കണ്ടു, ഇത്ര പേര് കണ്ടു. ഇങ്ങനെയുള്ളതായ വൈക്കോലിനെ ഗർഭം ധരിച്ച് താളടിയെ പ്രസവിക്കുന്ന കാലമാണ്. ഈ കാലങ്ങളിൽ ദൈവസഭ ചെയ്യേണ്ടത് നമ്മുടെ കർത്താവിന്റെ കൺകളിൽ നമ്മളെ ആരും കണ്ടില്ലെങ്കിലും ദൈവസന്നിധിയിൽ കരയണം. കരഞ്ഞ് കരഞ്ഞ് നൊന്ത് പ്രസവിക്കണം. കർത്താവേ നീ എഴുന്നേൽക്കണമേ, നീ രക്ഷകനായി ഇറങ്ങി വരേണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെയൊക്കെ സഭകളിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ
അനേകർ രക്ഷിക്കപ്പെടും. നമ്മുടെ മിടുക്കുകൊണ്ടോ, നമ്മുടെ വാചക ഘടന കൊണ്ടോ, നമ്മുടെ പ്രസംഗചാതുര്യം കൊണ്ടോ, നമ്മുടെ പഠിപ്പിക്കൽ കൊണ്ടോ അവിടെയും ഇവിടെയും ചിലര് വരുമെന്നല്ലാതെ ഒരു ഒഴുക്കുണ്ടാകത്തില്ല. ഒരു ഒഴുക്കുണ്ടാകണമെങ്കിൽ ആദ്യം ആലയത്തിൽ നിന്നും പുറത്തോട്ടൊരൊഴുക്കുണ്ടാകണം. ആലയത്തിൽ നിന്നും ജീവജല നദി പുറത്തോട്ടൊഴുകുമ്പോഴാണ് പുറത്തു നിന്നും ആലയത്തിലേക്ക് ദൈവത്തെ കാണേണ്ടതിന് വേണ്ടി ഒരു ഒഴുക്കുണ്ടാകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവാനോ ശാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കുവാനോ മനുഷ്യർക്ക് സമയമില്ല. നാം എല്ലാവരും ഓരോ പ്രോഗ്രാം നടത്തുകയാണ്. പ്രാർത്ഥിക്കുവാൻ നമുക്കാർക്കും സമയമില്ല. പ്രാർത്ഥനയ്ക്ക് കൂടി വന്നാലും 1-2 പേര് പ്രാർത്ഥിക്കുന്നു, പിന്നെ ഒരു വലിയ പ്രസംഗം കഴിയുന്നു, പിന്നെ കൺക്ലൂഡ് ചെയ്യുന്നു, വാച്ചെ നോക്കി വീട്ടിൽ പോകുന്നു. ഇത് അഴുക്കെന്നല്ല ഞാൻ പറയുന്നത്. ഇതിനപരിയായി വേറൊരു കാര്യമുണ്ട്. അതെന്താണ്? സമയം നോക്കാതെ ദൈവസന്നിധിയിൽ ആരും നിന്നെ കണ്ടില്ലെങ്കിലും ദൈവസന്നിധിയിൽ കരയണം. അങ്ങനെ കരഞ്ഞ് സ്വർഗരാജ്യം ബലാത്കാരികൾ ബലാത്കാരം ചെയ്യുന്നു. നമുക്ക് എതിരായി ഹല്ലേലൂയ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയുണ്ട്. ഈ ദുഷ്ടാത്മ സേനയെ ജയിക്കുന്ന ആ അവസ്ഥയ്ക്കാണ് സ്വർഗരാജ്യം ബലാത്കാരികൾ ബലാത്കാരം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം മുട്ടുമേൽ നിന്നുകൊണ്ട് നമുക്കെതിരായുള്ള സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയെ ജയിച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ സ്വർഗാദി സ്വർഗത്തിലേക്ക് ചെന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ മോശയെ പോലെ തേജസ് പ്രാപിച്ചവരായി നാം മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ശ്രദ്ധിക്കുക ദൈവജനമേ, ഒരു വലിയ ഒഴുക്കുണ്ടാകും. ഒരു സഭ പൊട്ടി വേറൊരു സഭ ഉണ്ടാകുകയല്ല. ഒരു ഡിനോമിനേഷൻ മാറി വേറൊരു ഡിനോമിനേഷൻ ഉണ്ടാകുകയല്ല. ഞങ്ങളെ രക്ഷിക്കണമേ. നിങ്ങളുടെ ഇടയിൽ രോഗസൗഖ്യമുണ്ടെന്നറിയുന്നു, നിങ്ങളുടെ ഇടയിൽ ആത്മപ്രവർത്തനം ഉണ്ടെന്നറിയുന്നു. ഹല്ലേലൂയ നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും. ഹല്ലേലൂയ ഈ മായയായ ലോകത്തിൽ കാണുന്ന മായയായ സംഗതികളെ വിട്ടെറിഞ്ഞിട്ട് നമ്മളിൽ നിന്ന് ഒരു ഒഴുക്കുണ്ടാകണം. ആലയത്തിൽ നിന്ന് സഹസ്രാബ്ദ നദി ഒഴുകുമ്പോഴാണ് ആലയത്തിലേക്ക് ജാതികൾ ഒഴുകി വരുന്നത്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുമ്പോഴാണ് നമ്മുടെ അടുക്കലേക്ക് ജാതികൾ കടന്ന് കർത്താവിനെ കാണുവാൻ വരേണ്ടത്. വലിയ കൺവെൻഷൻ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ സ്തോത്രം. അതൊക്കെ വെക്കുന്നതിന് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് വേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് ഒഴുകിയാൽ ഹല്ലേലൂയ ജനം ഓടിക്കൂടും. ജനത്തിന് വിടുതലാണ് ആവശ്യം. ജനം ആവശ്യബോധമുള്ളവരാണ്. ഹല്ലേലൂയ ജനം വാചക ഘടന കൊണ്ട് ജയിക്കുവാൻ പ്രയാസമാണ്. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കർത്താവേ ഒന്ന് ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ എന്ന് നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന്, നമ്മുടെ ചർച്ചകളുടെ മൂലകളിൽ കോണുകളിൽ ഇരുന്ന് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ അത്തരത്തിൽ കൂടെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്ന ജീവജല നദികൾ ഒഴുകുന്നുവെങ്കിൽ അനേക ജാതികൾ, അനേക പാപികൾ കർത്താവിലേക്ക് ഒഴുകി വരും. സഹസ്രാബ്ദ ആലയത്തിൽ നിന്നും ജീവജല നദി ഒഴുകി പുറത്തോട്ട് പോയപ്പോൾ അനേക ജാതികൾ യെരൂശലേമിലേക്ക് ഒഴുകി വരികയാണ്. ഒരൊഴുക്ക് ആലയത്തിൽ നിന്ന് പുറത്തോട്ട് പോയപ്പോഴാണ് പുറത്തു നിന്നും ആലയത്തിലേക്ക് ഒരു ഒഴുക്കുണ്ടായത്. അതുപോലെ എന്നിൽ നിന്ന്, നമ്മളിൽ നിന്നും ഒരു ജീവന്റെ ഒഴുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെയൊക്കെ അടുക്കലേക്ക് കർത്താവ് രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പാപികൾ കടന്നു വരുന്നത്. ദേശത്തെ അങ്ങനെ മാത്രമേ അവകാശമാക്കുവാൻ സാധ്യമാകുകയുള്ളൂ.
ഹല്ലേലൂയ കുറെ മറ്റു ചില കാര്യങ്ങളും പദ്ധതികളും ഇട്ടത് കൊണ്ട് ഹല്ലേലൂയ അതൊക്കെ നല്ലതാണ്. ഒരു അപ് ടു ആൻ എക്സ്റ്റെന്റ് ഹല്ലേലൂയ ഒരു 1% പോലും ജയം ഉണ്ടാകുന്നില്ല. ഞാൻ കളവല്ല പറയുന്നത്. ഹല്ലേലൂയ 100 കൺവെൻഷൻ നടത്തിക്കൂ, എത്ര പേര് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്, എത്ര പേർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ കൺവെൻഷനുകൾക്കും നമ്മുടെ ഈ പദ്ധതികൾക്കും ഒക്കെ എന്താണ് ഔട്ട്പുട്ട് ഉണ്ടായത്, അല്ലെങ്കിൽ എന്താണ് ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടായെന്ന് പറഞ്ഞു നോക്കെ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ആരും അറിയേണ്ട ഹല്ലേലൂയ ജോൺ ഹൈഡിനെ പോലെ, ഹല്ലേലൂയ സാമുവൽ മോറിസിനെ പോലെ ദൈവസന്നിധിയിൽ ആർത്തിയോടെ കരഞ്ഞിരിക്കുമ്പോൾ നിന്നെ കർത്താവ് കയ്യിലെടുക്കും. നിന്നെ കർത്താവ് ഹല്ലേലൂയ തക്ക സമയത്ത് അവന്റെ ബലമുള്ള കൈകളിൽ ഉയർത്തും. ഹല്ലേലൂയ ദൈവത്തിന് ഹല്ലേലൂയ പുരുഷന്മാരുടെ ഊരുക്കളിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനു വേണ്ടിയത് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. എല്ലാ കാര്യങ്ങളും, ഒത്തിരി കാര്യങ്ങൾ ഞാൻ എന്റെ ചെറിയ സ്ലിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അത് 2-3 വാക്യങ്ങൾ മാത്രമേ വായിച്ചുള്ളൂ. ബാക്കി ഒന്നും വായിക്കാനോ പറയാനോ സമയം ഒത്തില്ല. എന്നാൽ ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. എന്താണെന്നറിയാമോ? നമ്മളിൽ നിന്ന് ഒരു ഒഴുക്ക്, ആത്മാവിന്റെ ഒഴുക്ക്, പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക്, ജീവജല നദിയുടെ ഒഴുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് പാപികൾ കടന്നു വരത്തുള്ളൂ, മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി വരികയുള്ളൂ. യെരൂശലേമിൽ നിന്നും സഹസ്രാബ്ദ നദി ഒഴുകി ചെന്നപ്പോഴാണ് ചില ജാതികളെന്നല്ല നാം ഇന്ന് വൈകിട്ട് വായിച്ചത്, സകല ജാതികളും ഹല്ലേലൂയ യെരൂശലേമിലേക്ക് വരികയാണ്. യുദ്ധം ചെയ്യാനല്ല വരുന്നത്, അതിനു മുമ്പ് യുദ്ധത്തിനാണ് വന്നത്. അതിനു മുമ്പ് യെരൂശലേമിനെ നശിപ്പിക്കാനാണ് വന്നത്. എന്നാൽ മശിഹാ തമ്പുരാൻ ഭൂമിയിൽ വാഴുമ്പോൾ നശിപ്പിക്കാനല്ല, നന്നാകാനാണ് വരുന്നത്. ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് കർത്താവ് പറഞ്ഞത് ഹല്ലേലൂയ നിങ്ങൾ പെട്ടെന്ന് ഓടി യെരൂശലേം എല്ലാം പിടിച്ചടക്കണമെന്നല്ല. കർത്താവിന് നടക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങൾ എങ്ങും പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? യെരൂശലേമിൽ കാത്തിരിക്കണം. ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമായത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന പറയുകയല്ല, പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരവസ്ഥയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്ന് സന്ധ്യയെങ്കിലെ വചന ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രികാല ഐശ്വര്യമായി സമൃദ്ധിയായ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ ഹല്ലേലൂയ വചനവും പുറപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് അനേക വിഷയങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ നമ്മളെ ഓർമ്മിപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. യഹോവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. യെരൂശലേമിനെ രക്ഷിപ്പാൻ ഒരു വിടുതലിന് വേണ്ടി ദൈവകണ്ണുകളിലേക്ക് നോക്കി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. രാവിലെ തോറും നീ ഞങ്ങൾക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയും ആയിരിക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. 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 രാത്രികാലം നമ്മളെ കേൾപ്പിച്ച ആലോചന, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, നമ്മളെ ഭയപ്പെടുത്തുവാൻ ശത്രുക്കൾ ഹല്ലേലൂയ അടുത്തു വരുമ്പോൾ, യെരൂശലേമിനെ തകർക്കുവാൻ ഹല്ലേലൂയ ശത്രുക്കൾ അടുത്തു വന്നപ്പോൾ സഹായത്തിന് വേണ്ടിയുള്ള പ്രവാചകന്റെ പ്രാർത്ഥനയാണ് നമുക്കിവിടെ കേൾക്കാൻ ഹല്ലേലൂയ കേൾക്കുന്നത്, കാണുന്ന. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം യെരൂശലേമിന് വേണ്ടി ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഉറപ്പ് അവിടുന്ന് കൊടുക്കുകയാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. ഹല്ലേലൂയ സ്തോത്രം.
ദൈവത്തിന്റെ ഉറപ്പ് നമുക്ക് തരും. ഹല്ലേലൂയ. നമ്മളെ ധൈര്യപ്പെടുത്തും. ഹല്ലേലൂയ. പിതാവാൻ ദൈവം, പുത്രനാൻ ദൈവം, പരിശുദ്ധാത്മാവാൻ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. പ്രവാചകന്റെ പ്രാർത്ഥന ചെയ്യാവ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രവാചകൻ ദൈവം ഉറപ്പ് കൊടുക്കുന്നു. ഹല്ലേലൂയ. രക്ഷിക്കുന്ന ദൈവമാണ്, വിടുവിക്കുന്ന ദൈവമാണ്. ദൈവം എഴുന്നേൽക്കുന്നു. ദൈവിക ശക്തിയുടെ മുമ്പിൽ ദൈവമക്കളെ ശത്രുക്കൾ ഹല്ലേലൂയ സ്തോത്രം. അസൂരിന്റെ ശക്തി, ശത്രു സൈന്യത്തിന്റെ ശക്തി ഇത് വൈക്കോലിന് സമാനമാണെന്നാണ് ഹല്ലേലൂയ നാം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. അത് മാത്രമല്ല, അസൂർ സൈന്യം പറയുന്ന വാക്കുകളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഈ മഹാരാജാവിന്റെ ശക്തിയുടെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോൾ ഹല്ലേലൂയ സൈന്യത്തിൽ വിട്ട് രാത്രികാല ഐശ്വര്യമായി സമൃദ്ധിയായി അനുഗ്രഹിച്ചതിനായി നന്ദി കരയേറ്റും. വചനത്തിന്റെ വാതിൽ അവിടുത്തെ ഭക്തന് തുറന്നു കൊടുത്തുവല്ലോ, അതിനായി നന്ദി കരയേറ്റും. തിരുമേനിയുടെ ശബ്ദം അതുങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അതുങ്ങളെ ധൈര്യപ്പെടുത്തുന്ന നല്ല ഉറപ്പും ധൈര്യവും തരുന്നതായ വിശുദ്ധിയിലേക്ക് അതുങ്ങൾ നടത്തപ്പെടുവാൻ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. തിരുമേനിയെ പ്രസാദിപ്പിക്കുവാൻ, തിരുമേനിയെ ഭയപ്പെടുവാൻ, അവിടുത്തെ വഴിയിൽ നടക്കുവാൻ, അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങളെ തലമുറകളായി പിന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം ചൊല്ലി എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. രാത്രികാൽ സുഖവർക്കങ്ങൾ തരണമേ. രാത്രിയുടെ ആമങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ ഒക്കെ അതുങ്ങളെ തട്ടി ഉണർത്തണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിപ്പാൻ അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥന തിരുമേനി കേട്ടതുകൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അതിവിശുദ്ധ രക്തത്തിൽ ഭവനങ്ങളെയും വാഹനങ്ങളെയും എല്ലാവരെയും അവർ മുദ്രയിട്ട് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൽ നിങ്ങളെ മുദ്രയിട്ട് പരിശുദ്ധാത്മാവ് അതുങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തി പരിപാലിക്കുന്നതുകൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണം. സ്വർഗ്ഗസ്ഥ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുനഃപുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച എല്ലാവരും നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും സംബന്ധിച്ച എല്ലാവരുടെ മേലും പുലർസകല വിശുദ്ധന്മാരുടെ മേലും ഇന്ന് കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത എപ്പോഴും ഹൃദയ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. God bless us all. Amen. Praise the Lord. Hallelujah. സ്തോത്രം. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ, നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ, നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. തേൻമൊഴി തൂകുന്ന നിന്റെ പൊന്മുഖം കാണാൻ അതിരാവിലെ ഉണർന്നെഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ. മുഴുവൻ മാർവിലെന്നെ കാത്തു കൃപയ്ക്കായി ആനന്ദഗീതങ്ങളാലെ തൃപ്പാദങ്ങൾ നമിക്കുന്നേ, ആനന്ദഗീതങ്ങളാലെ തൃപ്പാദങ്ങൾ നമിക്കുന്നേ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ, നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ.
ജീവിതത്തിൽ തെറ്റുപറ്റാതെ രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കരത്തിൽ താങ്ങണം. ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനായി അധികാരമുള്ള യേശുവിന്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നേ. അധികാരമുള്ള യേശുവിന്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നേ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്ന് പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. നിന്ന് പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. സൗന്ദര്യത്തിൻ